ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. തട്ടിക്കൂട്ട് ബിരിയാണി പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. കാരണം നമ്മൾ ഓവറായിട്ട് അതിൽ ഒന്നും ചേർക്കാനും പിടിക്കാനൊന്നും നിൽക്കണില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെക്കും. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ അരി തിളപ്പിച്ചുകൊണ്ട് റൈസ് കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കറുകാപ്പട്ടയും ഗ്രാമ്പൂവും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇളക്കി തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റി കൊടുക്കണില്ല. ഒക്കെ നമ്മൾ നേരിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യണേ. അപ്പോൾ വഴറ്റി ഇതാക്കി വരുമ്പോഴേക്കിനും പിന്നെ ഒരുപാട് സമയം വൈകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി, കറിവേപ്പില, പച്ചമുളക് കീറിയത്, പിന്നെ തൈര്, ഇതെല്ലാം കൂടെ ഒഴിച്ച് പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ച് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കൊണ്ടുവരണം. ഇപ്പോൾ അതായത് ഏകദേശം ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, നമ്മളെ അരി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇല വാഴയില മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് അതിൻ്റെ മേലെ വെച്ചിട്ട് റൈസ് കുക്കർ വെച്ചിട്ടുള്ള റൈസ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാക്കണം, ഞാൻ കുറേശ്ശെ ആയിട്ട് നമ്മുടെ റൈസ് കുക്കറിൽ നിന്ന് റൈസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വേണമെന്നില്ല, നമ്മൾ കുറച്ച് സമയം ആവിയിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ, അതായത് ചെറിയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നമുക്ക് ആവിയേറ്റാം. അപ്പോഴല്ലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലേക്ക് കയറി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഏതായാലും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ടൈം എടുക്കുകയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി.